20,000 രൂപ ബെസ്റ്റ് ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും ഇൻഫിനിക്സിന്റെ GT10 Pro. അപ്പോൾ ചോദിക്കും ഇൻഫിനിക്സോ അല്ല സാംസങ്ങോ ഒപ്പോ വല്ലോ പറയും. ഇതായിരിക്കും നിങ്ങൾ യൂഷ്വലി ഇൻഫിനിക്സിന്റെ ഒരു ഫോൺ ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ദിസ് വിൽ ചേഞ്ച് ദ ഇൻഫിനിക്സ്. യെസ്, ഇപ്പം എനിക്ക് നമ്മുടെ ഇൻഫിനിക്സിന്റെ GT10 Pro ആണ്. ആൻഡ് ഈ സെഗ്മെന്റിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സാംസങ്ങിന്റെ ഗാലക്സി M34 ആണ്. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് M34 വേഴ്സസ് നമ്മുടെ ഇൻഫിനിക്സ് GT10 Proയുടെ ഒരു ക്വിക്ക് കമ്പാരിസണും നമ്മുടെ GT10 Proയുടെ ഒരു റിവ്യൂ കൂടെയാണ്. നെക്സ്റ്റ് നമ്മുടെ ക്യാമറാസ് 108mm മെയിൻ ക്യാമറ വിത്തൗട്ട് OS വേഴ്സസ് 50mm മെയിൻ ക്യാമറ വിത്ത് OS. പിന്നെ രണ്ടാമത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 8mm അൾട്രാവൈഡ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അൾട്രാവൈഡ് ഇൻഫിനിക്സിൽ മിസ്സിംഗ് ആണ്. പിന്നെ രണ്ടുപേർക്കും ജസ്റ്റ് ഒരു പേരിൻ്റെ ഒരു 2mm മാക്രോയും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇയാൾക്ക് ഒരു 2mm ഡെപ്തും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് രണ്ട് പേർക്കും റിയർ ക്യാമറ 1080p at 30 FPS വീഡിയോ സ്റ്റെബിലൈസേഷനും പറ്റും. ഈവൻ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ വരെ വീഡിയോ സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ ഉണ്ട് നമുക്ക് നമ്മുടെ ഇൻഫിനിക്സ് GT10. നെക്സ്റ്റ് നമ്മുടെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻഫിനിക്സിനകത്ത് 32mm സെൽഫി ക്യാമറ, ഇവിടെ ജസ്റ്റ് 13mm സെൽഫി ക്യാമറയാണുള്ളത്. ടു ബി ഫ്രാങ്ക്, എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ GT10 Proയിൽ കുറേ സ്പെക്ക് ഒക്കെ ഉണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. സാംസങ് M34 അതിനേക്കാളൊക്കെ അടിപൊളിയായിരിക്കും എന്നുള്ളൊരു ഇംപ്രഷനിലാണ് ഞാൻ ക്യാമറ സാമ്പിൾസ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ I was wrong. Let's dive into the camera samples. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ക്യാമറ സാമ്പിൾസ് ആയിട്ട് പോകണം. ഞാൻ ജസ്റ്റ് UI ഒന്ന് കാണിച്ചു തരാം. ഇത് നോക്കി, ഏറ്റവും ഫിലിം മോഡ് എന്ന് പറഞ്ഞ മോഡ്. ദാറ്റ് മീൻസ് ഇഷ്ടം പോലെ പ്രീ അപ്ലൈഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് അതനുസരിച്ചുള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇഷ്ടം പോലെ ടെംപ്ലേറ്റ്സ്. നമ്മുടെ ഹുവായി സെറ്റ്സിലൊക്കെ കണ്ടുവരുന്ന അത്ര ഒരു റേഞ്ച് ഓഫ് ഫീച്ചേഴ്സ്. പിന്നെ നമുക്ക് വീഡിയോ, അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ മാക്സിമം നമുക്ക് 4K 30 FPS റെക്കോർഡിംഗ്. പിന്നെ AI ക്യാമറ, ഇവിടെ 108mm മോഡ്, ഇവിടെ ബ്യൂട്ടി മോഡ്, പിന്നെ പോർട്രേറ്റ് മോഡ്, സൂപ്പർ നൈറ്റ് മോഡ്, പിന്നെ സ്വൈപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിലിം നമ്മൾ ആദ്യം കണ്ട മോഡ്സ്, പിന്നെ പ്രോ മോഡ് അപ്പർച്ചർ ഐസോ വൈറ്റ് ബാലൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പിന്നെ പ്രോ മോഡ് കിട്ടുന്നുണ്ട്. പിന്നെ AR ഷോട്ട്, സ്ലോ മോഷൻ, ഡ്യുവൽ വീഡിയോ, ദാറ്റ് മീൻസ് ഫ്രണ്ട് ആൻഡ് ബാക്ക് അറ്റ് ദ സെയിം ടൈം റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ സൂപ്പർ മാക്രോ മോഡ്, സ്കൈ ഷോപ്പ്, ടൈം ലാപ്സ്, ഇത്രയും മോഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദ ഗാലക്സി M34 നമുക്ക് പ്രോ മോഡ്, ഈവൻ പ്രോ വീഡിയോ മോഡും ഉണ്ട്, വിച്ച് ഇസ് എ റിയലി ഗുഡ് തിങ്. ദാറ്റ് മീൻസ് വീഡിയോയിൽ നമുക്ക് അപ്പർച്ചർ ഐസോ വൈറ്റ് ബാലൻസ് അങ്ങനെയൊക്കെ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മോഡാണ് വരുന്നത്. ആൻഡ് ദെൻ നമുക്ക് സിംഗിൾ ടേക്ക് മോഡ്, ദാറ്റ് മീൻസ് ഒറ്റ ക്യാപ്ചർ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുകയാണ്. പിന്നെ നൈറ്റ് മോഡ്, ഫുഡ് മോഡ്, പനോരമ മോഡ്, മാക്രോ മോഡ്, സൂപ്പർ സ്ലോ മോഷൻ, അതൊരു അടുത്ത അഡ്വാൻറ്റേജ് 960 FPS സ്ലോ മോഷൻ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ നോർമൽ സ്ലോ മോഷൻ, പിന്നെ ഹൈപ്പർ ലാപ്സ് ആണുള്ളത്. ആൻഡ് ബാക്കിയൊക്കെ നോർമൽ ഫൺ മോഡ്, പോർട്രേറ്റ് മോഡ്, ഫോട്ടോ മോഡ് ആൻഡ് വീഡിയോ മോഡ്. വീഡിയോയ്ക്ക് നമുക്ക് ഇവിടെ സ്റ്റെബിലൈസേഷൻ അത് 1080p at 30 FPS കിട്ടുക. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് M34 അഡ്വാൻറ്റേജ് തുടങ്ങാം. ദാറ്റ് മീൻസ് അൾട്രാവൈഡ് ക്യാമറ എത്ര ഒരു ഫീൽഡ് ഓഫ് വ്യൂ കിട്ടുന്നുണ്ട്. നോക്കിയാൽ എത്രയും ഫീൽഡ് ഓഫ് വ്യൂ കിട്ടുന്നുണ്ട്. വേർഷസ് കണ്ടോ, നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇത്ര ഒരു ഫീൽഡ് ഓഫ് വ്യൂ കിട്ടുന്നുണ്ട്. സോ ഇത്ര ഒരു ഏരിയ നമുക്ക് അവിടെ മിസ് ഔട്ട് ആയി പോയി. ആൻഡ് നമുക്ക് സെയിം ഇത് രണ്ടും, ഇത് 1x എടുത്തും ഇത് 0.6x ഇനി അതെ രണ്ടിലെയും 1x ഷോട്ട് വെച്ച് നമുക്ക് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. രണ്ടും എക്സാക്റ്റ് ഇത് തന്നെയാണ്. ആൻഡ് ഇത് നമ്മുടെ M34 ആണ്. കുറച്ചും കൂടെ കളേഴ്സൊക്കെ ആയിട്ട് വൈബ്രൻ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ഇൻഫിനിക്സ് ആണ് കേട്ടോ. കുറച്ചും കൂടെ കളർ ഗ്രീനിഷും കാര്യങ്ങളൊക്കെ വരുന്നത് ഇൻഫിനിക്സ് ആണ്. അപ്പോൾ ഇവിടെ ആ ഒരു കളർ സാച്ചുറേഷൻ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. സോ എക്സാക്റ്റ് കളർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഈ ഒരു ഷെയ്ഡ് എൻ്റെ അടുത്തുള്ള ഷെയ്ഡ്, ദാറ്റ് മീൻസ് രണ്ടും നോക്കിയാലും ഭയങ്കരമായിട്ട് ഗ്രീനിഷ് ഒക്കെ ആക്കിയിട്ടുണ്ട്. യെല്ലോ ഇച്ചിരി ഓവറായിട്ട് എല്ലോ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി ഒരു സൺലൈറ്റിൻ്റെ കുറവുകൊണ്ട് ഇച്ചിരി ഡള്ളും അങ്ങനെയാണ് വന്നേക്കണേ. സോ രണ്ടും രണ്ട് രീതിയിലാണ്. ഒബ്വിയസ്ലി I+ ആയിട്ടുള്ള ഇമേജ് നമ്മുടെ ഇൻഫിനിക്സ് തന്നെയാണ്. ഓക്കെ, അനദർ ഷോട്ട്. ഈ ഒരു ഷോട്ട് നോക്കി അറിയാം ഉണ്ടോ, ഇവിടെ ഈ ഒരു സ്ട്രഗിൾ സിറ്റുവേഷൻ ഡയറക്റ്റായിട്ട് എടുത്തെങ്കിലും ഇൻഫിനിക്സ് നന്നായിട്ട് ഈ ഒരു ഏരിയാസൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഏരിയ നോക്കി ഫുൾ ഡാർക്കനായിപ്പോയി കണ്ടോ. നമ്മുടെ M34 നമ്മുടെ ക്യാപ്ചർ ചെയ്യാനേ പറ്റാത്ത രീതിയിൽ മൊത്തം ഡാർക്കായിപ്പോയി. സോ ആ ഒരു ഏരിയ എന്ന് വെച്ചാൽ സ്ട്രഗിൾ സിറ്റുവേഷൻ ആയിരുന്നു. കാരണം ഡയറക്റ്റ് സൺലൈറ്റ് മേളിൽ നിന്ന് തന്നെ ഒരു സിറ്റുവേഷൻ ആയിട്ട് പോലും നന്നായിട്ട് നമ്മുടെ വാട്ട് വി കോൾ ഇൻഫിനിക്സ് മാനേജ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് അനദർ ഷോട്ട്. ഓക്കെ, ഇത് രണ്ടുപേരും ഏകദേശം ഒരേപോലെ തന്നെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കൊള്ളാം. ആൻഡ് പിന്നെ കളർ സാച്ചുറേഷൻ്റെ ഒരു ഡിഫറൻസ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ റിയറിലെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബൊക്കെയൊക്കെ ഉണ്ട്. അത്യാവശ്യം രണ്ടിലും നല്ലൊരു ഇഷ്യൂസ് ഉണ്ട്. കണ്ടത് ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഓക്കെ എന്ന് പറഞ്ഞൊരു ഔട്ടാണ് വരുന്നത്. പക്ഷേ കുറച്ചും കൂടെ സാച്ചുറേറ്റഡ് ആയിട്ട് ഒബ്വിയസ്ലി നമ്മുടെ ഇൻഫിനിക്സ് തന്നെയാണ്. നെക്സ്റ്റ് ഫ്രണ്ട് ക്യാമറയാണ് കേട്ടോ. 32 MB ഫ്രണ്ട് ക്യാമറയാണ് നമുക്ക് ഇൻഫിനിക്സ്. അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് അറിയാനുണ്ട്. അത് മാത്രമല്ല ഒരു കളേഴ്സൊക്കെ ആയാലും കുറച്ചും അടിപൊളിയായിട്ടാണ് വന്നേക്കണേ നമ്മുടെ M34 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. സോ നെക്സ്റ്റ് നമ്മുടെ പോർട്രേറ്റ് ഷോട്ട്സ് ആണ്. ഇൻഫിനിക്സ് അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് ബൊക്കെയും കാര്യങ്ങളൊക്കെ അടിപൊളി. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ബൊക്കെയൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഫേസിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഒന്നും അത്ര അടിപൊളിയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്.
സോ നെക്സ്റ്റ് അടുത്തൊരു ഷോട്ട് എഗെയിൻ ദ സെയിം തിങ് കണ്ടോ, ഫേസിലെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നുമില്ല, പെർഫെക്റ്റ് അല്ല. പക്ഷേ ഇവിടെ കണ്ടോ നല്ല കിട്ടിലനായിട്ടാണ് നമ്മുടെ ഇൻഫിനിക്സ് എടുത്തേക്കുന്നത് റിയർ ക്യാമറ വെച്ചിട്ട്, അടിപൊളി. സോ ഇറ്റ്സ് എ ക്ലിയർ വിൻ. ഞാൻ പറയും പോർട്രേറ്റിനകത്ത് എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഇൻഫിനിക്സ്. അതേപോലെ കളർ സാച്ചുറേഷൻ കുറച്ചുകൂടി അടിപൊളിയായിട്ട് വന്നിരിക്കുന്നത് ഇൻഫിനിക്സ് തന്നെയാണ്. ഓക്കെ, സാംസങ് M34 ജസ്റ്റ് ഓക്കെ എന്ന് പറയാം. നെക്സ്റ്റ് ഒരു M34 അടുത്ത അഡ്വാൻറ്റേജ്, അതായത് നമ്മുടെ OS നമ്മുടെ ഇൻഫിനിക്സ് ഇല്ലാത്ത കാരണം സ്റ്റെബിലൈസേഷൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള M34 ആണ്. M34 അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ട് തന്നെയാണ് പോകുന്നത്, 160 30 FPS. പക്ഷേ അത് ഇൻഫിനിക്സ് നോക്കി ചെറിയ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. നെക്സ്റ്റ് ഐ നീഡ് ടു സേ ദിസ്, ആൻഡ് രണ്ടിൻ്റെ ബോക്സ് കണ്ടോ, ഇത് നമ്മുടെ സ്ലിം ബോക്സ് ആണ്, ജസ്റ്റ് നമ്മുടെ ഫോണും ഡാറ്റ കേബിൾസും ഒരു സിം ടൂളും പേപ്പർ വർക്കാണ്. ആൻഡ് ഇതിൻ്റെ ബോക്സിൽ അഡാപ്റ്റർ ഉണ്ട്, 45 വാട്ടിൻ്റെ അഡാപ്റ്റർ ഉണ്ട് GT10 Proയിൽ. പിന്നെ ഒരു കേസ് വരുന്നുണ്ട്, ഡാറ്റ കേബിൾ വരുന്നുണ്ട്, സം പേപ്പർ വർക്ക്, ആൻഡ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഒരു ടെമ്പേർഡ് ഗ്ലാസ്. ദാറ്റ് മീൻസ് യൂഷ്വലി നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒരു കേസും ഒരു ടെമ്പർ ഗ്ലാസ് ഒട്ടിക്കുക. അത് ടെമ്പർ ഗ്ലാസ് ബോക്സിൽ തന്നെ വരുന്നുണ്ട്, ആൻഡ് എലോങ് വിത്ത് എ ട്രാൻസ്പെറൻറ്റ് കേസും വരുന്നുണ്ട്. സോ ഇറ്റ്സ് എ റിയലി നൈസ് മൂവ് ഫ്രം ഇൻഫിനിക്സ്. നെക്സ്റ്റ് നമ്മൾ ഡിസൈൻ, ജസ്റ്റ് ടേക്ക് എ ലുക്ക് ഓൺ ദിസ് ഇൻഫിനിക്സ് GT10 Pro. ഓക്കെ, സോ ഒരു ഏലിയൻ ഫോൺ വന്ന് ലോഞ്ച് ആയ കണക്കാണ് നമ്മുടെ ഈ GT10 Pro ഇരിക്കുന്നത്. ആൻഡ് ഇത് ജസ്റ്റ് നീറ്റ് സിമ്പിൾ ആൻഡ് എലഗൻറ്റ് സ്റ്റൈൽ, ജസ്റ്റ് ഒരു നോർമൽ S23 ഒരു ടൈപ്പിലൊക്കെ വെച്ചിട്ടാണ് M34 ആയിട്ട്. സോ ഇറ്റ്സ് എ മാറ്റർ ഓഫ് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ചിലർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇത്ര ഓവർ ലുക്ക് ഇഷ്ടമാവില്ല, ചിലർക്ക് ജസ്റ്റ് സെറ്റിലായിട്ടുള്ള ലുക്ക് ആണെങ്കിൽ ഒബ്വിയസ്ലി ദേ ക്യാൻ ഗോ വിത്ത് M34. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് ഇവിടെ ഒരു ലൈറ്റ് വരുന്നത്, ദാറ്റ് മീൻസ് നോട്ടിഫിക്കേഷൻസ്, കോൾ വരുമ്പോൾ, ചാർജിങ്, ഗെയിം കളിക്കുമ്പോഴൊക്കെ ഒരു ചെറിയൊരു വൈറ്റ് ആയിട്ടുള്ള LED, അത് 3 രീതിയിലൊക്കെ കത്തുന്ന ടൈപ്പിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ചെറിയൊരു ഹാൻഡി ഫീച്ചർ നമുക്കിവിടെ വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഡിസ്പ്ലേസ് 6.5 ഇഞ്ച് ആണ് നമ്മുടെ M34, 6.7 ഇഞ്ച് ആണ് നമ്മുടെ ഇൻഫിനിക്സ്. ആൻഡ് ഇത് നമ്മുടെ നോർമൽ AMOLED ഡിസ്പ്ലേ ആണ്. ഇത് AMOLED ഡിസ്പ്ലേ വിത്ത് 1 ബില്യൺ കളർ റിപ്രൊഡക്ഷൻ വരുന്നുണ്ട് നമ്മുടെ ഇൻഫിനിക്സ്. ആൻഡ് നെക്സ്റ്റ് പാർട്ട് ഈസ് ഇവിടെ നമുക്ക് 1000 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് M34 വരുന്നത്, ഇവിടെ 900 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. പിന്നെ രണ്ടും ഫുൾ എച്ച് ഡിസ്പ്ലേസ് ആണ്. നെക്സ്റ്റ് നമ്മുടെ ഡിസ്പ്ലേ കമ്പാരിസൺ ആണ്. ഇൻഫിനിക്സിനുണ്ടല്ലോ ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറ വന്നത് കണ്ടോ, പഞ്ച് ഹോളാണ്. വേഴ്സസ് നമുക്കിവിടെ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് നമുക്ക് നമ്മുടെ M34 തന്നെ കണ്ടോ. ഓക്കെ, ആൻഡ് കളേഴ്സ് നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ വൈബ്രൻ്റ് ആയിട്ട് കുറച്ചുകൂടി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് നമ്മുടെ ഇൻഫിനിക്സ് GT10 Pro ആണ്. ആൻഡ് ഈ ഒരു ഗ്രീനിഷ് നോക്കി നല്ല രീതിയിൽ ഷാർപ്പായിട്ടുള്ള ഗ്രീനാണ് വന്നേക്കണേ. ആൻഡ് നിങ്ങൾ നോക്കുവാണെങ്കിൽ 1080x2340 ആണ് നമ്മുടെ M34 വേഴ്സസ് ഇവിടെ നോക്കിയറിയാം കണ്ടോ, നല്ല രീതിയിൽ കുറച്ചും കൂടി ഷാർപ്പ് കളേഴ്സ് വന്നേക്കണേ ഇൻഫിനിക്സിനാണ്. വേഴ്സസ് 1080x2400 ആണ് നമ്മുടെ ഇൻഫിനിക്സ് വരുന്നത്. ആൻഡ് PPI നോക്കുകയാണെങ്കിൽ 396 ആണ് M34, 395 ആണ് ഇൻഫിനിക്സ്. സോ മോസ്റ്റ് സിനാരിയോസിൽ വലിയ ഡിഫറൻസ് പറയുന്നില്ല. അപ്പോൾ ഓഡിയോ ചെക്ക് ചെയ്യാം. സോ നമ്മുടെ ഇൻഫിനിക്സ് GT10 Pro ഒരു സ്റ്റീരിയോ സ്പീക്കേഴ്സും ആൻഡ് നമ്മുടെ M34 ജസ്റ്റ് ഒരു മോണോ സ്പീക്കർ ഉള്ളൂ. സോ സ്റ്റാർട്ടിംഗ് ഓഫ് ഫ്രം ദ M34. ഓക്കെ, ഇനി നമ്മുടെ ഇൻഫിനിക്സ് GT10 Pro. ഓക്കെ, സോ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട് എന്നല്ലാണ്ട് എനിക്ക് വലിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ആ ഒരു സ്റ്റീരിയോ എഫക്റ്റ് ഒബ്വിയസ്ലി കിട്ടുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം ടു സെയിം ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മുടെ One UI 5.1 ആണ് നമുക്ക് നമ്മുടെ M34 തന്നെ. ആൻഡ് ഇവിടെ XOS വേർഷൻ 13.1 ആണ് നമുക്ക് നമ്മുടെ ഇൻഫിനിക്സിൽ തന്നെ. ആൻഡ് ഐ നീഡ് ടു സേ ദിസ്, നല്ല രീതിയിൽ ഫീച്ചർ പാക്ഡ് ആയിട്ടുള്ള ഒരു UI ആണ് നമുക്ക് നമ്മുടെ ഇൻഫിനിക്സിൽ തന്നെ. ദാറ്റ് മീൻസ് എല്ലാ UIന്ന് അടിപൊളിയായിട്ടുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മുടെ സാംസങ് നോക്കുകയാണെങ്കിൽ കോൾ ബാക്ക്ഗ്രൗണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ OnePlus നമ്മൾ ഈ സ്മാർട്ട് സൈഡ് ബാർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ജെസ്റ്റർ ഫീച്ചേഴ്സ്, എസ്പെഷ്യലി OnePlus എന്നൊക്കെ എടുത്താൽ ജെസ്റ്റർ ഫീച്ചേഴ്സ്, Vivo IQ അവരുടെ നിന്നൊക്കെ ജെസ്റ്റർ ഫീച്ചേഴ്സ്. ഈവൻ നമ്മുടെ ലോഞ്ചറിൽ പോലും പിഞ്ച് ഇൻ, പിഞ്ച് ഔട്ട്, 2 finger സ്വൈപ്പ് അപ്പ്, 2 finger സ്വൈപ്പ് ഡൗൺ, ഇങ്ങനെ റിച്ച് ഇൻ ഫീച്ചേഴ്സ് ആണ് നമുക്ക് നമ്മുടെ ഈ XOS കിട്ടുന്നത്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ടിപ്സ്, ട്രിക്സ്, ഹിഡൻ ഫീച്ചേഴ്സ് ആൻഡ് സെറ്റിംഗ്സ് ഒക്കെ വീഡിയോ ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ അമ്മാതിരി റിച്ച് ആയിട്ടുള്ള UI വേഴ്സസ് ദ മോസ്റ്റ് റിഫൈൻഡ് ആയിട്ടുള്ള ഒരു UI ആണ് നമുക്ക് നമ്മുടെ M34 ഉണ്ട്. സോ നോ ഡൗട്ട് വൺ ഓഫ് ദ ബെസ്റ്റ്
യു ഐ തന്നെ ഞാൻ പറയും, നമ്മുടെ വൺ യു ഐ. ആൻഡ് റിലയബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ആയിരുന്നു ഞാൻ M34 തന്നെ വൺ യു ഐ റെക്കമെൻഡ് ചെയ്തു. പക്ഷേ കാരണം നമുക്ക് ഇതിൻ്റെ റിലയബിലിറ്റി യെറ്റ് ടു ബി പ്രൂവ്ഡ് ആണ്. അറ്റ് ദിസ് കറന്റ് സിനാരിയോ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ ഫീച്ചർ റിച്ചും ബ്ലോട്ട് വെയർസ് ഒന്നും ഇല്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ യു ഐ ആണ് എനിക്ക് XOS എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ കിട്ടി. നെക്സ്റ്റ് നമ്മുടെ പെർഫോമൻസ്. സോ അണ്ടർ 20K പെർഫോമൻസ് ഇത്രയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്തൊരു ഫോൺ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആൻഡ് ദിസ് ഈസ് ദ സാംസങ് ഗാലക്സി M34. നോക്കിയാൽ 4,40,000 ആണ് ഇതിനെ സ്കോർ കിട്ടിയത് വേഴ്സസ് 7,22,000 ആണ് നമുക്ക് നമ്മുടെ Infinix G10 Proക്ക് സ്കോർ കിട്ടിയത്, വിച്ച് ഇസ് റിയലി ഗുഡ്. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദ CPU, ഇവിടെ 1,50,000 വേഴ്സസ് 2 lakh. That means 50K difference in terms of the CPU. And GPU എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് 76,000 വേഴ്സസ് 1,83,000. ഇൻക്രെഡിബിൾ ഡിഫറൻസ് ആണ്. പക്ഷേ അതിനോടൊപ്പം നമുക്ക് കുറച്ചൊരു വാം ആവുന്നുണ്ട് ചിപ്പ്. ആൻഡ് 9.4 ഡിഗ്രി സെൽഷ്യസ് കൂടിയിട്ടുണ്ടായിരുന്നു വേഴ്സസ് ഇവിടെ ജസ്റ്റ് 2 ഡിഗ്രി സെൽഷ്യസ് മാത്രമേ കൂടിയിട്ടുണ്ടായിരുന്നു. ഇനി ബാറ്ററി ഡ്രോപ്പും കുറച്ച് കൂടുതലാണ്. 6-7 ബാറ്ററി ഡ്രോപ്പായി വേഴ്സസ് ഇവിടെ ജസ്റ്റ് 3-7 ഡ്രോപ്പ് ആയിട്ട് നോക്കിയാൽ തന്നെ. സ്റ്റോറേജ് ടെസ്റ്റ് ആണ് നോക്കിയാൽ 21K ആണ് നമ്മുടെ M34 വന്നിട്ടുള്ളൂ. ഇറ്റ്സ് എ ബിറ്റ് ലോ. പക്ഷേ ഇതിനകത്ത് ഏറ്റവും സർപ്രൈസ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ UFS 3.1 ആണ് വന്നത്. സോ അണ്ടർ 20K UFS 3.1 ആൻഡ് ഇറ്റ് ഷോഡ് ദ റിസൾട്ട്സ് 61,000 ആണ് നമ്മുടെ സ്റ്റോറേജ് ടെസ്റ്റ് സ്കോർസ്, വിച്ച് ഈസ് റിയലി ഹൈ. ഈവൻ നമ്മൾ ഇച്ചിരി 30K വരെയുള്ള സെഗ്മെന്റ് വെച്ച് നോക്കുമ്പോൾ കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്റ്റോറേജ് സ്പീഡിന്റെ സ്കോർ ഉണ്ട് നമ്മുടെ ഇൻഫിനിക്സ്. സോ ഗെയിം സെൻട്രിക് ആൾക്കാർ അണ്ടർ 20K നോക്കുന്ന ഒരു ഫോൺ ആണെങ്കിൽ ഒബ്വിയസ്ലി യു ക്യാൻ പിക്ക് ദ Infinix G10 Pro. ആൻഡ് നിങ്ങളൊരു നോർമൽ യൂസർ ആണ്, ഗെയിംസ് ഒന്നും കളിക്കില്ല, കളിക്കുകയാണെങ്കിൽ തന്നെ ജസ്റ്റ് ചെറിയ ഒക്കേഷണൽ ഗെയിംസ് ലൈറ്റ് കുറച്ച് നേരത്തെ കളിക്കണം മാത്രം കളിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി യു ക്യാൻ ഗോ വിത്ത് ദ ഗാലക്സി M34. നെക്സ്റ്റ് നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്കാനറും ഫേസ് റെക്കഗ്നിഷനും. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആയിട്ടാണ് Infinix G10 Proക്ക് വരുന്നത്. സൈഡ് മോഡ് ഒന്നുമല്ല. വേറെ M34 നമുക്ക് നോക്കിയാൽ സൈഡ് മോഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരിക. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇൻ ഡിസ്പ്ലേ റാപ്പിഡ് ടച്ച് ആണ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഈ സെഗ്മെന്റ്, ബട്ട് സ്റ്റിൽ ഐ ആം ജസ്റ്റ് ട്രൈ. Okay, case 1 attempt correct out of 3. Again, once again rapid touch. Okay, fine. Normal touch, perfect. Instruction locked on, unlocked. Okay, taking a bit of second, but it's completely fine. And the next Galaxy M34 locked on, unlocked. Again, once again lock agi, unlocked. And next നമ്മുടെ face recognition ആട്ടോ. Okay, taking a bit of a second. ഇച്ചിരി കൂടെ സ്ലോ ആണ് നമ്മുടെ ഇൻഫിനിക്സ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ സ്ലോ ആണ് നമ്മുടെ M34. 6000 mAh ഓഫ് ബാറ്ററി ആണ് M34 5000 mAh ആണ് നമുക്ക് നമ്മുടെ Infinix G10 Proക്ക് വരുന്നത്. പക്ഷേ ബോക്സിൽ 45 വാട്ട് അഡാപ്റ്റർ അവർ തരുന്നുണ്ട്. ആൻഡ് ക്യാപ്സ്യൂൾ ടൈപ്പ് ഉള്ള ഡാറ്റ കേബിൾ. മീൻസ് നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് ഡിസ്ട്രാക്ട് ആവില്ല, ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ ഗെയിം കളിക്കാം. മീൻസ് ഇങ്ങനെയല്ല, ഇങ്ങനെയായിരിക്കും കേബിൾ പോവുക. സോ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇങ്ങനെയുണ്ട്. ആൻഡ് ബോക്സിൽ ബോക്സിൽ അഡാപ്റ്റർ വരുന്നില്ല, സെപ്പറേറ്റ് 25 വാട്ട് അഡാപ്റ്റർ മേടിക്കണം, വിച്ച് കോസ്റ്റ് അറൌണ്ട് 1,200. അങ്ങനെ നോക്കുമ്പോൾ ഒരു ക്ലിയർ വിന്നർ നമ്മുടെ Infinix G10 Pro ആണ്. ഏതാണ് ബെസ്റ്റ്? ഒബ്വിയസ്ലി യു നോ ദ ആൻസർ. ഇറ്റ്സ് ഒബ്വിയസ്ലി Infinix G10 Pro. പക്ഷേ റിലയബിലിറ്റി ഒരു കാര്യമുണ്ട്. മീൻസ് ഇപ്പോൾ ഇത് ജസ്റ്റ് ലോഞ്ചാണ്, ഒബ്വിയസ്ലി ഹൈപ്ഡ് ഫോണാണ്, നല്ല വാല്യൂ ഫോർ മണിയാണ്. പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. കാരണം കുറച്ച് കഴിയുമ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കിട്ടുമോ, പ്രോപ്പറായിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഉണ്ടാവുമോ, ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കറക്റ്റായിട്ട് വരുമോ, ബഗ് വന്ന അപ്ഡേഷനിൽ മാറ്റം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. സോ അങ്ങനെ ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു റിലയബിൾ ആയിട്ട് ഒരു 3 വർഷം 4 വർഷമൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ആ ഒരു കാറ്റഗറി. നിങ്ങൾ ഭയങ്കര ലൈറ്റ് യൂസറാണ്, അല്ലെങ്കിൽ ഒരു മീഡിയം യൂസറാണ്, ഗെയിമറേ അല്ല, ഗെയിംസേ കളിക്കാറില്ല, ഒക്കേഷണൽ ഗെയിംസ് ലൈറ്റായിട്ട് കളിക്കുന്ന ആളാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് M34 എടുക്കാം. അല്ല, നിങ്ങളൊരു അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കും, മാക്സിമം ഒരു പവർ പാക്ഡ് ഫോണാണ് വേണ്ടത്, വിത്ത് എ യുണീക് ലുക്ക് ആണ്, ഒബ്വിയസ്ലി യു ആർ ഗോ വിത്ത് ദ Infinix G10 Pro. So if that's it for today, signing off, it's Phone Mania.